ഹലോ നമസ്കാരം. ഞാനിന്ന് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സോപ്പ് മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെ എവിടെ നിന്നാണ് കിട്ടുക, അതുപോലെ തന്നെ കാസ്റ്റിക് സോഡ എന്താണ്, കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ സോപ്പ് ക്യൂരിങ്ങിൽ വെക്കുമ്പം എത്ര ദിവസം വെക്കണം, എങ്ങനെ വെക്കണം, പിന്നെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന സോപ്പിനെ കോൾഡ് പ്രോസസ് സോപ്പ് എന്നാ പറയുക. അതായത് CP മെത്തേഡ്. നമ്മൾ ഹീറ്റൊന്നും കൊടുക്കാതെ ഒരു റൂം ടെമ്പറേച്ചറിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും ഓയിൽസാണ് ഓയിൽസ്, ബട്ടേഴ്സൊക്കെയാണ് കൂടുതൽ വരുന്നത്. കാസ്റ്റിക് സോഡ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാസ്റ്റിക് സോഡ കെമിക്കലാണ്. അതപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ ഒന്നും ഇതിൽ നമ്മൾ കെമിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മറ്റുള്ള മാർക്കറ്റിലെ സോപ്പിനെ അപേക്ഷിച്ചിട്ട് ഇതിനകത്ത് കെമിക്കൽ കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം അത് ആ ക്യൂരിങ്ങിലെ ടൈമിൽ ആ കാസ്റ്റിക് സോഡ കെമിക്കലൊക്കെ ഇല്ലാണ്ടായിക്കോളും. കാസ്റ്റിക് സോഡ നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും കെമിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിക് സോഡ കിട്ടും. പിന്നെ കാസ്റ്റിക് സോഡയ്ക്ക് കുറച്ച് പേരുകളുണ്ട്. ലൈ എന്ന് പറയും, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും, NaOH എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരത് എടുത്തു തരും. ഇതാണ് കാസ്റ്റിക് സോഡ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലോ അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ വീഴാതെ നോക്കണം. ഇതിൽ വാട്ടർ കൂടി ചേരുമ്പോഴാണ് നന്നായിട്ട് ഹീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൽ പോവാതെയൊക്കെ നോക്കുക. മെയിനായിട്ട് നമ്മൾ ഗ്ലൗസ്, മാസ്ക് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം കാസ്റ്റിക് സോഡ എടുക്കുമ്പോൾ. അതുപോലെ പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഓയിലുകൾ, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. എഡിബിൾ ഓയിൽ, നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെടുക്കാം. പിന്നെ ബട്ടേഴ്സ് ചേർക്കാം. പലതരത്തിലുള്ള വെറൈറ്റി ബട്ടേഴ്സ്, കൊക്കും ബട്ടർ, ഷിയ ബട്ടർ, മാംഗോ ബട്ടർ, അങ്ങനെ പലതരത്തിലുള്ള ബട്ടേഴ്സൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ കോക്കനട്ട് ഓയിൽ മാത്രം വെച്ചിട്ട് നമുക്ക് സോപ്പ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വേറൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് DM വാട്ടറാണ്, ഡീമിനറലൈസ്ഡ് വാട്ടർ. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്മെറ്റിക് ഗ്രേഡ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിലുള്ള വാട്ടർ മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാമുള്ളൂ. നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ ഒന്നും ഉപയോഗിക്കരുത്. കാരണം ബാക്ടീരിയാസ്, ഫംഗസൊക്കെ ഫോം ചെയ്യും. സോപ്പ് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് മേക്കിങ്ങിന് എപ്പോഴും ഡീമിനറലൈസ്ഡ് വാട്ടർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്ത് നമുക്ക് വേണ്ടതാണ് വെയിൻ മെഷീൻ. അപ്പോൾ ഈ വെയിൻ മെഷീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സോപ്പ് മേക്കിങ്ങിൽ എടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും കറക്റ്റ് മെഷർമെൻറ്റിൽ വേണം എടുക്കാനായിട്ട്. അത് ഓയിലായാലും ബട്ടേഴ്സ് ആയാലും കാസ്റ്റിക് സോഡ ആയാലും അതുപോലെ ഫ്രാഗ്രൻസ് ആയാലും ഒരു ഗ്രാം അളവിൽ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം. അപ്പം സോപ്പ് മേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വെയിൻ മെഷീൻ. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ മോൾഡ് നമുക്ക് മെൽറ്റ് ആൻഡ് പോർ സോപ്പിന് ഉപയോഗിക്കുന്ന മോൾഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള മോൾഡ് എടുക്കാം. നമ്മൾ ഇതുപോലുള്ള മോൾഡ് എടുക്കുമ്പം നമുക്ക് അതിലെന്തെങ്കിലും ഡിസൈൻസൊക്കെ എക്സ്ട്രാ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫ്രാഗ്രൻസോ ഇസെൻഷ്യൽ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു നോർമൽ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഓയിൽ, ലൈ, അതുപോലെ തന്നെ വാട്ടർ, പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു നോർമൽ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൂടാണ്ട് നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് 2 to 3 days ആണ് വരുന്നത്. അപ്പോൾ സോപ്പ് മേക്കിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞു തരും. അതുകൂടാതെ അതിൻ്റെ PDF തരും. അപ്പോൾ ആ PDFനകത്ത് സോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ സാപ്പ് വാല്യൂസ് പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഓയിലും സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞു തരുന്നുണ്ട്.
എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സാപ്പ് വാല്യൂ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഓയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോപ്പിന് സോഫ്റ്റ് ഓയിലുണ്ട്, ഹാർഡ് ഓയിലുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് ഓയിലും ഹാർഡ് ഓയിലും എത്ര പെർസെൻറ്റേജ് ചേർക്കണം എന്നുള്ളത് പറയും. പിന്നെ ഓരോ സ്കിന്നിനും പറ്റിയിട്ടുള്ള റെസിപ്പീസ്, 4ഓളം റെസിപ്പീസ്, ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്നിന്, ബേബി സ്കിന്നിനൊക്കെയുള്ള റെസിപ്പീസ് നമ്മൾ പറഞ്ഞു തരും. ഇതിൻ്റെ ഒരു ക്യൂരിങ് പീരീഡിൽ, അതായത് നമ്മൾ സോപ്പ് സെറ്റായി കട്ട് ചെയ്തതിന് ശേഷം ഈ സോപ്പ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉള്ളൊരു റൂമിൽ സൂക്ഷിച്ച് വെക്കണം. ഒരു 35 മുതൽ ഒരു 45 ഡേയ്സിന് ശേഷം നമുക്ക് ഈ സോപ്പ് ഉപയോഗിക്കാം. അപ്പം കുറച്ച് ക്യൂരിങ് പീരീഡ് കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ സോപ്പിന് കുറച്ച് ലാസ്റ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ pHഉം കുറയും. അപ്പോൾ ക്യൂരിങ് പീരീഡ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ ഓരോ ഓയിലിൻ്റെയും സാപ്പ് വാല്യൂ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഗൂഗിളിൽ സോപ്പ് കാൽക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ചെന്നിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഓയിലിൻ്റെയും പെർസെൻറ്റേജ് അവിടെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാസ്റ്റിക് സോഡ എത്ര. സോപ്പ് മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കപ്പോൾ ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.